ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഒരു സാക്ഷിയായി അനേകരുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായി ഒരു സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് അറിയുവാനും ആ ദൈവത്തെ പിൻപറ്റുവാനും ഞങ്ങളെ സഹായിച്ച ഈ വലിയ കൃപയ്ക്കായി ഞങ്ങൾ കർത്താവിന് സ്തുതി ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സാക്ഷ്യവും അനേകർക്ക് ഉപകാരപ്രദമായി തീരുവാൻ, ഇന്ന് അവരുടെ അനേകരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസമാകുവാൻ ഞങ്ങളെ തന്നെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പേര് ബോബൻ, സ്ഥലം കോട്ടയം. കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന പട്ടണത്തിൽ പാമ്പാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു. ഇതെൻ്റെ ഭാര്യ സീമ. ഞാൻ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വിശ്വാസ മാർഗത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവൾ വന്നത് കത്തോലിക്ക സമുദായത്തിൽ നിന്നാണ്. ഞങ്ങളെ ഒരുമിപ്പിച്ച ദൈവം മുന്നമേ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഞങ്ങളെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ട് സഭകളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും ദൈവം ഞങ്ങളെ ഒരുമിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നത് ദൈവസ്നേഹമായിരുന്നു. ആ ദൈവസ്നേഹം മുഖാന്തരം കർത്താവിലേക്ക് ഞങ്ങളെ ആകർഷിക്കുവാനും ദൈവം ഞങ്ങളെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിവരുത്തുവാനും പല കാരണങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ അതിലേക്ക് നയിക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ മുഖാന്തരങ്ങൾ ഒരുക്കി. അത് പല കാര്യങ്ങളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിനെ കാണേണ്ടതായ അനേക സാഹചര്യങ്ങൾ, കണ്ടുമുട്ടേണ്ടതായ അനേക സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ രുചിച്ചറിഞ്ഞതും ഞങ്ങൾ തൊട്ടതുമായ ആ ദൈവത്തെ നിങ്ങളോടൊന്ന് പറയുവാനാണ് ഇന്ന് പകൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഞങ്ങൾ പാമ്പാടിയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അതിൽ മൂത്ത മോന് വന്ന ഒരു അസുഖമാണ് മെയിനായിട്ടും ഞങ്ങളെ ആദ്യം ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചത്. ഞാനൊരു കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഞങ്ങളെ മുന്നമേ കണ്ടതുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പോച്ചാച്ചനുമായി കല്യാണം ആലോചിച്ചു. എന്നാൽ വളരെ പ്രതികൂലങ്ങളുടെ മുന്നിൽ പള്ളിയിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളെ അവർ ഇറക്കി വിടുവാനും അങ്ങനെ ആ ഒരു സ്ഥലം വിറ്റ് വേറൊരു ദേശത്തേക്ക് മാറിപ്പോകുവാനും വരെ ഇടയായതാണ്. ആ ഒരു കർത്താവിനൊരു പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എങ്കിലും കർത്താവ് ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചു. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. എങ്കിലും ഞങ്ങളുടെ ഹൃദയം ഒന്നായിരുന്നു. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. 3 ആൺകുട്ടികളാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. അതിൽ മൂത്ത പൈതലും ഉണ്ടായി ഒരു 8 വയസ്സ് വരെ ഞങ്ങൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ്. എനിക്ക് ഗൾഫിലായിരുന്നു ജോലി. പ്രിയപ്പെട്ടവർ നാട്ടിൽ തന്നെ ആയിരുന്നെങ്കിലും ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ എൻ്റെ മൂത്ത പൈതലിനൊരു അസുഖം വന്നു. ഹല്ലേലൂയ. അത് ഫിക്സ് വരുന്ന ഒരു അസുഖമാണ്. പെട്ടെന്ന് തല കറങ്ങുക, താഴെ വീഴുക, അങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഭാരപ്പെട്ടു. ഈ രോഗം ഇതിനു മുമ്പും ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു. വളരെ നേർച്ച കാഴ്ചകളും വളരെ പള്ളികളിലൊക്കെ പോയി അനേക ക്ഷേത്രങ്ങളിൽ പോയി ഞങ്ങൾ നേർച്ചയിട്ടിട്ടുണ്ട്. അനേക പള്ളികളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലായിരുന്നെങ്കിലും കാത്തോലിക്ക പള്ളികളിൽ ഒക്കെ പോയി ഞങ്ങൾ കഴുന്നെഴുന്നള്ളിക്കുക, അതുപോലെയുള്ള പല പരിപാടികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഹീലിങ്ങിന് വേണ്ടി ഞങ്ങൾ പൈസ മുടക്കുകയും അതിലൊന്നും ഞങ്ങൾക്കൊരു വഴി തുറക്കുകയും ഉണ്ടായില്ല. ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. ഹാലലൂയ. അത് അങ്ങനെയുള്ള പല പ്രാർത്ഥനകളിലും ഞങ്ങൾ പോയിട്ടും എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായി. അത് ഇപ്രകാരമാണ്. കോട്ടയത്ത് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു ആരാധന നടക്കുന്നു. ആ ആരാധനയിൽ അനേക വിടുതലുകൾ നടക്കുന്നുവെന്ന് ഞങ്ങൾ അറിയാൻ സാധിച്ചു. ഞങ്ങളെ ആ ആരാധനയിലേക്ക് ഒരു വ്യക്തി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഞങ്ങൾ പല ദിവസങ്ങൾ, പല നാളുകൾ, വർഷങ്ങൾ ഞങ്ങൾ ആരാധനയിലേക്ക് കടന്നുപോയി. അതിനിടയ്ക്ക് ഞാൻ വിശ്വാസത്തിലായി. ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി. പ്രിയപ്പെട്ടവൾ, ഞാൻ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവളോട് ചോദിച്ചു. അന്ന് ഞാൻ ഗൾഫിലായിരുന്നു ജോലി. പ്രിയപ്പെട്ടവളോട് എഴുതി ചോദിച്ചു, ഞാനിങ്ങനെ കർത്താവിനെ രക്ഷകനായി കണ്ടുമുട്ടി, ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പോവാ, നിന്റെ അഭിപ്രായം എന്താണ്? ഉടനെ
പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഗൾഫിൽ സ്നാനപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവർ പറഞ്ഞു, അല്ല, ഇവിടെ വരിക, ഒന്നിച്ച് നമുക്ക് സ്നാനപ്പെടാം, ഒന്നിച്ച് നമുക്ക് കർത്താവിലായിത്തീരാം. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഒരുമിച്ച് പോയി ഞങ്ങളൊരു ബെന്തിക്കോസ് ആരാധനയിൽ പോയി ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായി. കർത്താവിനെ ഞങ്ങൾ രക്ഷകനായി സ്വീകരിച്ച ആ നിമിഷം തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിലൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ദൈവവചനം പറയുന്നു, കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ച് സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു. കർത്താവ് ഞങ്ങളിൽ തെളിയിച്ചു. ആ ഒരു ദൈവസ്നേഹം ഞങ്ങളെ മാടി വിളിച്ചപ്പോൾ ആ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാനിടയായി. അന്നും ഞങ്ങളുടെ കുഞ്ഞിന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് എൻ്റെ ഒരു സിസ്റ്റർ ഈ രോഗത്താൽ ഭാരപ്പെടുന്നു, എൻ്റെ അമ്മയുടെ ഒരു സഹോദരി ഈ രോഗത്താൽ ഭാരപ്പെടുന്നു. അങ്ങനെ പലരും ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഈ രോഗത്തിന് അടിമയായിരുന്നു. ഇപ്പോഴും പലരും ഉണ്ട്. വിശ്വാസത്തിൽ വരാത്ത അനേകരും ഈ ലെവലിൽ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കർത്താവിനെ കണ്ടുമുട്ടി ഞങ്ങൾക്ക് കർത്താവിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഓടിച്ചെന്ന് ഞങ്ങളെ കർത്താവ് ആ സ്നേഹിക്കുന്ന കരം കൊണ്ട് ഞങ്ങളെ മാടി വിളിച്ചു, ഞങ്ങളെ തലോടി, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ അത് നിങ്ങളോട് അറിയിക്കട്ടെ. ഞങ്ങൾ പല നാളുകൾ ഞങ്ങൾ വിശ്വാസത്തിലായി കഴിഞ്ഞും പല മാസങ്ങൾ, പല ആഴ്ചകൾ ഞങ്ങളുടെ കുഞ്ഞുമായി ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു. ദൈവദാസൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അടുത്തിരുന്ന് കേൾക്കുക, 13 വയസ്സായ കുഞ്ഞ് അടുത്തിരുന്ന് കേൾക്കുക ഓരോ സമയവും. അപ്പോൾ ഇവൻ്റെ ഭാരം എന്ന് വെച്ചാൽ ഇവനെ ഒരു ദിവസം കഴിക്കുന്ന ഗുളിക എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഒതുങ്ങുന്നിടത്തോളം ഗുളിക ഇവന് കഴിക്കണം. ഞങ്ങൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി, പല പള്ളികളിൽ പോയി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല അമ്പലങ്ങളിൽ പോയി നേർച്ച കാഴ്ച കൊടുത്തു, കൂടോത്രത്തിന് ഞങ്ങൾ പൈസ കൊടുത്തു. അങ്ങനെ പലതും ഞങ്ങൾ ചെയ്തിട്ടാണ് ലാസ്റ്റിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. അവിടെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് ഓരോ ദിവസവും ആ ദൈവവചനം കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവവചനം അവൻ്റെ ഉള്ളിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോ ഞായറാഴ്ചത്തെ ആരാധന കഴിയുമ്പോൾ അവൻ ഞങ്ങളോട് പറയും, പപ്പാ എനിക്ക് സ്നാനപ്പെടണം, പപ്പാ എനിക്ക് സ്നാനപ്പെടണം. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ അവനെ വിലക്കി. എൻ്റെ ആ പരിമിതമായ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ മോനെ, നീ ഇപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് അത് വേണ്ട, കുറച്ചുകൂടെ പക്വതയായിട്ട് നീ ചെയ്താൽ മതിയെന്ന്. പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് പോവും. ആരാധനയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന കേട്ട് കഴിയുമ്പം പൈതലിൻ്റെ ഹൃദയം ഇളകാൻ തുടങ്ങും. അവൻ പറയും, അവൻ നിർബന്ധം പിടിക്കാൻ തുടങ്ങി എനിക്ക് സ്നാനപ്പെടണം. ഞങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചു എന്ത് ചെയ്യണം. പാസ്റ്റർ ഉടൻ തന്നെ ചോദിച്ചു, പൈതലിന് എത്ര വയസ്സായി? 13 വയസ്സ് കഴിഞ്ഞു. എന്നാൽ അവൻ്റെ ആഗ്രഹം നിർവഹിക്കട്ടെ. ഉടൻ തന്നെ അടുത്ത ശനിയാഴ്ച ഞങ്ങൾ സ്നാനക്കുളത്തെങ്കിലേക്ക് കുഞ്ഞുമായി കടന്നുപോയി. അവൻ സ്വയം ഇഷ്ടത്താൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ, വീട്ടിൽ വന്നു കഴിഞ്ഞ് അവൻ ആദ്യം ചെയ്ത പ്രവൃത്തി, ഞങ്ങൾ മാസങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്ന്, 1 മാസം 2 മാസത്തേക്കുള്ള മരുന്ന് ഇവന് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ആ മരുന്നെല്ലാം എടുത്തുകൊണ്ട് വന്ന് കുപ്പയിൽ എറിഞ്ഞിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഈ മരുന്ന് കഴിച്ച് എൻ്റെ രോഗം സൗഖ്യമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ രോഗത്താൽ ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ പപ്പ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അതുകൊണ്ട് ഇനി ഈ മരുന്ന് ഞാൻ ഉപയോഗിക്കത്തില്ല. കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയുന്നു. ഇത് ഞങ്ങൾ അന്നേരം വലിയ കാര്യമായി ഒന്നും എടുത്തില്ല. പിന്നെ ഇപ്പോൾ അതുവരെ ഇവനെ ഞങ്ങൾ ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് വിടുകയോ ഒരു കൂട്ടുകെട്ടിൻ്റെ പറഞ്ഞു വിടുകയോ ഒരു സ്കൂളിൽ ഒരു എക്സ്കർഷന് പോലും അതുവരെ 10ാം ക്ലാസ് വരെ ഞങ്ങൾ അവനെ വിട്ടിട്ടില്ല. എന്നാൽ ഈ രോഗത്തിന് സൗഖ്യം വന്ന് കർത്താവ് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൻ പഠിക്കുന്നത് ഉക്രൈനിൽ പഠിക്കുന്നു. അവൻ മെഡിസിന് പഠിക്കുകയാണ് ഉക്രൈനിൽ. 5ാം വർഷം പഠിക്കുന്നു. അവനെ പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കി. ഈ നല്ല ദൈവത്തെ ഞങ്ങൾ എങ്ങനെ തള്ളിപ്പറയും? ഈ നല്ല ദൈവമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മ. കർത്താവ് ഈ നന്മ ചെയ്യുവാൻ ഓരോരുത്തരെയും ഓരോ നിമിഷവും മാടി വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു രോഗമുണ്ടോ? നിങ്ങൾക്കൊരു പ്രയാസമുണ്ടോ? നിങ്ങൾക്കൊരു കടഭാരമുണ്ടോ? നിങ്ങൾക്കൊരു വേദനിക്കുന്ന വിഷയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സ്നേഹിക്കുന്ന സ്നേഹസമ്പന്നനായ കർത്താവായ യേശുവിൻ്റെ
മുന്നിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക. നിങ്ങൾക്ക് സൗഖ്യവും സന്തോഷവും വിടുതലും അവൻ പ്രദാനം ചെയ്യുവാൻ ഇന്നും അവൻ ദൈവമായി ജീവിക്കുന്നു. ഏറ്റവും മെയിൻ കാര്യം, ഇന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ എത്തേണ്ടത്. ജീവനില്ലാത്ത ഒരു ദൈവത്തിൻ്റെ മുമ്പിലല്ല നമ്മൾ എത്തപ്പെടേണ്ടത്. നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുകയും നമ്മളെ ഒരു മകനെ പോലെ മകളെ പോലെ സ്നേഹിക്കുകയും നമ്മുടെ വേദനകൾ അറിയുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവായ യേശുക്രിസ്തു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ മോന് വന്ന ആ വലിയ വിടുതലിന് ശേഷം വീണ്ടും കൂടുതലായി കർത്താവിനെ അറിയുവാൻ, കൂടുതൽ വിശ്വാസത്തിൽ കർത്താവിനോട് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ മുഖാന്തരമായി. അതിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നേഴ്സിങ്ങിന് പോകുവാനുള്ളത്. എന്നാൽ വളരെ നേരത്തെ വിവാഹം കഴിക്കുകയും അതിനുശേഷം വീണ്ടും നേഴ്സിങ്ങിന് പോകുവാൻ പറ്റാതെ വരികയും ചെയ്തു. എന്നാൽ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ആരാധനയുടെ സമയത്ത് പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, എന്നാൽ വീണ്ടും അത് നടക്കത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം ഇപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ പറഞ്ഞു. പ്രിയ ദൈവ മക്കളെ, ആ പാസ്റ്ററിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് ഞാൻ ആ വിഷയം പൂർണ്ണമായും ഏറ്റെടുത്തു. എനിക്ക് പൂർണ്ണമായിട്ടും അറിയായിരുന്നു 3 കുഞ്ഞുങ്ങളുള്ള 33 വയസ്സായ ഞാൻ ഒരിക്കലും വീണ്ടും നേഴ്സിങ്ങിന് പോവുക അസാധ്യമാണ്. മനുഷ്യൻ്റെ കണ്ണാൽ അത് അസാധ്യമാണ്. ഞാൻ പൂർണ്ണമായും പക്ഷെ ആ ഒരു ദൂത് ഏറ്റെടുത്തു. ഇത് എനിക്കുള്ളതാണ് എന്ന് ഞാൻ ഏറ്റെടുത്തു. അത് ഒരു 2005 ഏപ്രിൽ മാസമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പയ്യൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും വെറുതെ അവരുടെ കൂടെ പോവുകയും ചെയ്തു. ആ അഡ്മിഷൻ്റെ സമയത്ത് മാനേജ്മെൻറ്റിനോട് പുള്ളി വെറുതെ ചോദിച്ചു, ഇത് 30 വയസ്സായവർക്ക് ഇവിടെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അന്നേരം എത്ര വയസ്സായി, പ്രീ ഡിഗ്രിക്ക് ഏത് ഗ്രൂപ്പായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ സയൻസ് ആയിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഇപ്പോഴത്തെ റണ്ണിങ് ബാച്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം, പക്ഷേ തിങ്കളാഴ്ച തന്നെ വന്ന് കയറണം. അത് വെള്ളിയാഴ്ചയായിരുന്നു. പെട്ടെന്ന് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, എടി തിങ്കളാഴ്ച അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ഇവിടുന്ന് പോകണം. 17 വർഷക്കാലം ആ അടുക്കളയിൽ പുക പറ്റി കിടന്നിരുന്ന അവസ്ഥയിൽ ഒരിക്കലും അതിൽ നിന്നും ഒരു വിടുതലില്ല എന്ന് എല്ലാവരും വിചാരിക്കുകയും പറയുകയും ചെയ്ത സ്ഥാനത്ത് കർത്താവ് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്തു. അല്ല, പിള്ളേരെ പോലും പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം അലസഭാവമായിരുന്നു. കാരണം ഞാൻ നല്ലതുപോലെ പഠിച്ചു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും കിട്ടിയില്ല. പിന്നെ എന്തിനു പഠിപ്പിക്കുന്നു, അങ്ങനെ ഒരു മനോഭാവമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്നാണ് ആലോചിച്ചത്, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അവിടെ ചെന്നു, കോളേജിൽ ചെന്നു. ഞാൻ ആദ്യമായി ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, ആർക്കും ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു കൃപയില്ലാതെ ആ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേഴ്സിങ്ങിന് 15 വർഷക്കാലത്തിന് ശേഷം ഒരു ക്ലാസ്സിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ മാഡം ഫസ്റ്റ് ഇയറിൻ്റെ ടൈം ടേബിൾ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ദൈവമക്കളെ, ഞാൻ വളരെ മുറുക്കി പിടിച്ച് എൻ്റെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിച്ച സമയമാണ്. ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലത്തിലും കഴിയും. ആ ഒരൊറ്റ വചനത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോൾ എല്ലാ പോർഷൻസും പഠിപ്പിച്ചു കഴിഞ്ഞു. എനിക്കതെല്ലാം മനസ്സിലായി. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ വിട്ടു പോകുന്നില്ലായിരുന്നു, ട്രെയിൻ പോകുന്നില്ലായിരുന്നു. ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, എന്നെക്കൊണ്ട് നടക്കത്തില്ല, പെട്ടെന്ന് വന്ന് എന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ചേച്ചൻ പറഞ്ഞു, നീ ദൈവത്തിൽ വിശ്വസിച്ചാണ് വന്നത്, നീ ധൈര്യപ്പെടുക, സമാധാനമായിട്ടിരിക്കും, 1 മാസം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കടന്നു ചെന്നപ്പോൾ ഇത്രയും പ്രായമായ ഒരു സ്ത്രീ എന്തിന് ഇപ്പോൾ പഠിക്കുവാൻ വന്നു എന്ന മനോഭാവത്തോടെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും എന്നെ നോക്കി. ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ എവിടുന്ന് നോട്ട്സ് എഴുതി തീരണം, കാരണം എല്ലാ പോർഷൻസും പഠിപ്പിച്ചു കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം പുസ്തകം തുറക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വാങ്ങിച്ച് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിൽ ആരും അത് വാങ്ങിച്ചില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പയ്യനോട് പറഞ്ഞു, എനിക്കതൊന്ന് സംഘടിപ്പിച്ച് തരാമോ. അവൻ അത് പോയി ടൗണിൽ പോയി വാങ്ങിച്ചു കൊണ്ട് തന്നു. ഞാൻ അത് പഠിച്ചു. ഞാൻ ആകെ ഭാരപ്പെട്ട് ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ എൻ്റെ സീനിയേഴ്സിൽ ഒരു കൊച്ച്, ആ കൊച്ചൊരു കന്നഡക്കാരത്തി ഒരു കൊച്ച് വന്ന് പറഞ്ഞു, ചേച്ചി
കുട്ടിയെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. മറ്റാരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. ആ കന്നഡക്കാരി സിർമ എന്ന് പറയുന്ന കുട്ടി കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ താഴെയാണ്, ഞങ്ങളുടെ ക്ലാസ് റൂം മേലിലാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. ഞങ്ങൾ താഴെ വന്നിരുന്ന് പഠിക്കും. അങ്ങനെ ഒറ്റ മാസം കൊണ്ട് ദൈവനാമം മഹത്വം എടുക്കട്ടെ, എല്ലാ പോർഷൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം പഠിച്ചു തീരുവാൻ ആ വർഷത്തെ പരീക്ഷയിൽ, എൻ്റെ ഫസ്റ്റ് ഇയർ പരീക്ഷയിൽ 69% മാർക്കോടെ കർത്താവിൻ്റെ നാമമഹത്വം എടുക്കുവാൻ, അത്രയും മാർക്ക് വാങ്ങി ജയിക്കുവാൻ എനിക്ക് ഇടയായി. സെക്കൻഡ് ഇയറിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഈ നാമത്തിൽ, കർത്താവ് നിന്റെ നാമത്തിലാണ് ഞാൻ കടന്നു വന്നത്. സ്തോത്രം. എനിക്ക് ഏതൊക്കെയാലും ഒരു വർഷം പോലും ഒരിക്കലും ഫസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ വളരെയധികം പഠിച്ചെങ്കിലും ഒരിടത്തും ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ട്, എന്നാൽ എനിക്ക് സെക്കൻഡ് ഇയറിൽ നീ ഫസ്റ്റ് മാർക്ക് തന്നെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അനവധി പിള്ളേർ, ഞാൻ അവിടെ ഒരു പ്രാർത്ഥന കൂട്ടമുണ്ടാകുവാൻ, അനേക കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുവാൻ, വളരെയധികം വിടുതലുകൾ പിള്ളേരുടെ ജീവിതത്തിൽ നടക്കുവാൻ എല്ലാം ഇടയായി. സെക്കൻഡ് ഇയറിൽ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് കോളേജിലെ ഫസ്റ്റ് തന്നു. തേർഡ് ഇയറിൻ്റെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരെല്ലാവരും കൂടി പറഞ്ഞു, ഈ വർഷം ചേച്ചിക്ക് ഫസ്റ്റ് കൊടുക്കരുത്. നമ്മൾ ഇത്രയും പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോൾ, എൻ്റെ ഏകദേശം പകുതി പ്രായമുള്ള പിള്ളേരുടെ മുന്നിൽ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് നമുക്ക് ഫസ്റ്റ് മേടിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പൂർണ്ണമായും നിന്നെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, നിനക്ക് അസാധ്യം യാതൊന്നുമില്ല. ഈ ജനത്തിൻ്റെ മുന്നിൽ നീ എന്നെ മാനിച്ചേ മതിയാകൂ. പ്രിയ ദൈവമക്കളെ, ആ വർഷം കോളേജ് റിസൾട്ട് വന്നപ്പോൾ, അതുവരെ കോളേജിൽ അത്രയും പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയില്ല. എനിക്ക് 75% മാർക്കോടെ എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അനവധി കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ പകർന്നു കൊടുക്കുവാൻ, അത്ഭുതങ്ങൾ കാണുവാൻ, ദർശനങ്ങളും എല്ലാം അവിടെ വെളിപ്പെട്ട് കിട്ടുവാൻ കർത്താവ് മുഖാന്തരമാക്കി. കർത്താവിനെ നാമം മഹത്വം എടുക്കട്ടെ. അസാധ്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കുവാൻ എനിക്ക് ഒരു ധൈര്യവുമില്ല. ഇംഗ്ലീഷിൻ്റെ പല കോളേജുകളിൽ മാറി ഞാൻ IELTS ക്ലാസ്സിന് പോയി. എന്നാൽ എല്ലായിടത്തും സാറ് ഏതെങ്കിലും സ്പീക്കിങ്ങിൻ്റെ ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരും. അടുത്ത റൈറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ പോകും, അവിടെ റൈറ്റിങ്ങിൻ്റെ ടോപ്പിക്ക് പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ 1-2 വർഷം വെറുതെ പല കോളേജുകളിൽ പൈസ കൊടുത്ത് ഞാൻ കയറി ഇറങ്ങിപ്പോയതല്ലാതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനോ ഒരു ലിസണിങ്ങോ റീഡിങ്ങോ ഇന്ന് വരെ ഒരിക്കലും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളൊരു ഡേറ്റ് പോയി എടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ ദൈവമക്കളെ, എനിക്ക് ലണ്ടനിൽ കടന്നു വരുവാൻ ആവശ്യമായ സ്കോർ എൻ്റെ കർത്താവ് തക്ക സമയത്ത് തന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച പിള്ളേർക്ക് പോലും ഒരു IELTS സ്പീക്കിങ്ങിന് 7 കിട്ടാതിരുന്ന സമയത്ത് പലർക്കും അത്ഭുതം വരുന്ന രീതിയിൽ കർത്താവ് എനിക്ക് 7 സ്കോർ തന്നു. ആ ഒരു തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ നാവിന്മേൽ ഒരു ഭാഷ തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. ഈ സാക്ഷ്യം അനേകർക്ക് നടക്കുകയില്ല, സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ഇത് വലിയൊരു മുഖാന്തരമാകട്ടെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്തല്ലോ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഞങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഈ ഹീലിങ്ങുകൾ ഞങ്ങൾ പല ഹീലിങ്ങുകളും ഞങ്ങളെ തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഹീലാവുന്നതും സൗഖ്യം പ്രാപിക്കുന്നതെല്ലാം ഞങ്ങൾ കണ്ണാൽ കണ്ടു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വേലയിൽ ഞങ്ങൾക്ക് പോകാൻ കർത്താവ് അവസരം തന്നു. നാട്ടിൽ പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും പല ദേശങ്ങളിലുമൊക്കെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങളുടെ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്ക് സൗഖ്യം കർത്താവ് കൊടുക്കുവാൻ ഇടവന്നു. അനേക ടൗണുകളിൽ, കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ പരസ്യയോഗങ്ങളായിട്ടും പല മീറ്റിങ്ങുകളായിട്ട് ഞങ്ങൾക്ക് പോകുവാൻ ഞങ്ങൾക്കൊരു പ്രചോദനം കർത്താവ് തന്നു. അനേകർക്ക് സൗഖ്യം കർത്താവ് ഞങ്ങളിലൂടെ പകർന്നു കൊടുത്തു. ഇന്ന് പകൽക്കാലവും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭാരപ്പെടുന്ന എന്ത് വിഷയവും ആയിക്കോട്ടെ, സാമ്പത്തികമാണോ ശാരീരികമാണോ രോഗമാണോ എന്തായിക്കോട്ടെ, കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ളതിനെയും സകലതിനെയും സൃഷ്ടിച്ചവനായ കർത്താവായ യേശുവിന് ഹല്ലേലൂയ, അസാധ്യമായ ഒന്നുമില്ല, അസാധ്യമായിട്ടൊരു വാക്കുപോലുമില്ല. കർത്താവിനാൽ എല്ലാം സാധ്യം. മനുഷ്യനാൽ അസാധ്യം, കർത്താവിനാൽ സാധ്യം. ഇന്ന് പകൽക്കാലം
നിങ്ങളൊരു രോഗത്താൽ ഭാരപ്പെടുന്നോ, നിങ്ങളൊരു ദുഃഖത്താൽ വിഷമിക്കുന്നോ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഭാരത്താൽ വ്യസനപ്പെടുന്നോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു നിങ്ങളെ സൗഖ്യമാക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇവരെ ഉയർത്തുകയാണ്. അപ്പോൾ അങ്ങേക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകളെയും ഞങ്ങൾ ഇവരോട് സംസാരിച്ചു. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് ഈ വീഡിയോ കാണുന്നവർ ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴികളിലേക്ക് കടന്നു വന്ന് സൗഖ്യത്തോടെ ആയിത്തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഈ മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് തന്നെ എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം ചലിക്കുമാറാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, സാമ്പത്തിക വിടുതൽ നടക്കട്ടെ, ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ കർത്താവിനാൽ ഒരുമിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുന്ന ആ കാഴ്ച ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. കർത്താവ് അത് ചെയ്യും. കർത്താവ് ചെയ്യാൻ ശക്തനാണ്, ഇന്നും ശക്തനാണ്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവ് അത് ചെയ്യുവാൻ ശക്തനെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് അത് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല നന്മകളാലും നിറയുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.